ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതായത് വേറെ ഒന്നുമല്ല, ഉപ്പുമാവാണ്. പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാളയും ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കുന്നു. ഇത്രയും ഉണ്ടായിരുന്നു അരിഞ്ഞു കഴിഞ്ഞപ്പോൾ. ഇനിയാണ് നമ്മൾ റവ എടുക്കുന്നത്. റവ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ തന്നെ കുറേ സമയമെടുത്തു. ഭയങ്കര ഒരു കെട്ടായിരുന്നു പാക്കറ്റ്. ലാസ്റ്റ് ഞാനത് ഊരിയെടുത്തു. എന്നിട്ടത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഫുള്ള് ഞാൻ റവ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം അതൊന്ന് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലോണം വഴറ്റി. അത് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റ് ഇട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി. ഒരുപാടൊന്നും ഇത് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി. അത് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ടേസ്റ്റ് നോക്കി നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അതിനുശേഷം ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി റവ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടുതൽ ഇന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ റവ ഇട്ടു, മിക്സ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ടു. സംഭവം സെറ്റ്. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് തീരും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.